തിരുത്തിക്കുറിക്കാൻ CPM. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി നേരിട്ടതിനു ശേഷം പാർട്ടിയിൽ അടിമുടി മാറ്റങ്ങൾ കുരുങ്ങി CPM. തെറ്റായ പ്രവണതകളും രീതികളും പാർട്ടിയിലെ ഏത് ഘടകത്തിൽ നിന്നായാലും അംഗീകരിക്കില്ലെന്നും മുകളിൽ നിന്ന് താഴെ തലം വരെ ഈ നയം തുടരുമെന്നും തിരുത്തേണ്ട കാര്യങ്ങൾ മുഴുവൻ തിരുത്തുമെന്നും MV ഗോവിന്ദൻ. ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് തീരുമാനമെന്നും തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാകില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. നിലവിലെ പാർട്ടിയുടെ അവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് തുടങ്ങി താഴെത്തട്ട് വരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അതിദൂരം കടന്നുപോയിരിക്കുന്നുവെന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിടിവിട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള അതിരൂക്ഷമായ വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യ മുന്നണി രാജ്യത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിൽ മത്സരിച്ചെന്നും തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിനെ പഴിചാരിയും കോൺഗ്രസിന് ശരിയായ ദിശാബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറുമായിരുന്നുവെന്നും MV ഗോവിന്ദൻ. തിരുത്തേണ്ടതെല്ലാം പാർട്ടി തിരുത്തി തിരിച്ചു വരുമെന്നും മുഴുവൻ പെൻഷനുകളും വിതരണം ചെയ്യുമെന്നും പാവപ്പെട്ടവർക്ക് നൽകേണ്ടത് കൊടുക്കാനാണ് ആദ്യ പരിഗണനയെന്നും പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കരുതിക്കൂട്ടി വ്യാജ പ്രചരണം പ്രചരിപ്പിക്കുന്നുവെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ശരിയായ ദിശാബോധത്തോടെയും രാഷ്ട്രീയ സംഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറുമായിരുന്നു. CPIM വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ആദ്യം മുതലേ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് BJPയെ തോൽപ്പിക്കാൻ എന്താണ് വഴി? ഒരു സംഘടനാപരമായ രീതിയിൽ ഒരു ഐക്യപ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ രൂപം കൊള്ളാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇന്ത്യ മുന്നണിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ ഇവിടെ മത്സരിക്കുകയാണല്ലോ, കേരളത്തിൽ മത്സരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ബംഗാളിൽ മത്സരിക്കുകയാണല്ലോ, പഞ്ചാബിൽ മത്സരിക്കുകയാണല്ലോ. അപ്പൊ ഇന്ത്യയിലുടനീളം ഒരു പാർട്ടി പോലെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താമെന്നുള്ളതിന് പൂർണ്ണത ഉണ്ടാവില്ല. ശരിയാണ്. കോൺഗ്രസും BJPയും കുത്തക മുതലാളിമാരെയാണ് വളർത്തുന്നതെന്നും അദാനിയെയും അംബാനിയുമാണ് മോദി വളർത്തിയെടുക്കുന്നതെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടിയുടെ ഈ തെറ്റുതിരുത്തൽ പ്രവണത പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും തെറ്റുതിരുത്തൽ നടത്തുമെന്നും വ്യക്തമാക്കി. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടിക്കകത്തും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ചർച്ചകളിൽ EP ജയരാജനിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ കണ്ണൂരിലെ പാർട്ടിയിലുണ്ടായ ചില വിവാദങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. വ്യക്തമായ നിലപാട് പാർട്ടി എടുക്കുമ്പോൾ തിരുത്തലുകൾ തിരുത്തി മുന്നോട്ട് വരുമെന്നത് വ്യക്തമാക്കി തരുക തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമാറോ.